മോള് പേരെന്താ? നിഅമ ജമീല. മാഷാ അല്ലാഹ്, ഇസ്മുൻ ജമീൽ. നല്ല ഭംഗിയുള്ള പേരാണല്ലോ. ജമീലിന്റെ മീനിങ് എന്താ അറിയോ? എന്താ? മാഷാ അല്ലാഹ്, ബ്യൂട്ടിഫുൾ. മോള് ഖുർആൻ സൂറാസ് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടോ? എത്ര സൂറാസ് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്? 5 ജുസ്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. എവിടുന്നാണ് മോള് പഠിക്കുന്നത്? പള്ളി. ഏത് പള്ളിയാ? വീടിനടുത്തുള്ള പള്ളി. എല്ലാ വീക്ക് ഡേയ്സ് എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞ് പോവായിരിക്കും. മാഷാ അല്ലാഹ്. മോള് നന്നായിട്ട് പാടുമെന്ന് പറഞ്ഞു. നമുക്ക് മോളൊരു പാട്ട് കേട്ടാലോ? എല്ലാരും ഇങ്ങനെ കാത്തു നിൽക്കാണ്. നന്നായിട്ട് പാടിയാല് സമ്മാനം വാങ്ങിയിട്ട് പോവാം. സമ്മാനം വേണ്ടേ? ഇൻഷാ അല്ലാഹ്. എന്നാലും പാടാം. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്തും മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെന്തും മാന്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരിരോ ഇതുപോലുറക്കുന്നൊരുമ്മ അൽബോട് ചേർത്തിട്ടൊരുമ്മ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്തും മാന്റെ സ്വരമേ. ഉരുകുന്ന നേരം ഉമ്മാനെ വേണം, ഉടനെ തഴുകിടും വ്യതമാറും. ഉലകിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാന്റെ മയ്യത്ത്? ഞാൻ മരിക്കുന്നതാണ് എന്റെ ഹജത്ത്. ഉമ്മ ഇരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ. ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്തും മാന്റെ സ്വരമേ. തീരാത്ത കവിത ഉമ്മാക്ക് മാത്രം, തിരകൾ പോലെ വന്നു മറയും. തീര സ്നേഹമെഴുതി തളരും. എന്റെ ഉമ്മയെ ചുമന്ന് ഞാൻ തവാഫ് ചെയ്യും. എന്റെ ഉമ്മ തൻ വിസർജവും തഹൂർ ചെയ്യും. എന്റെ ഉമ്മയെ ചുമന്ന് ഞാൻ തവാഫ് ചെയ്യും. എന്റെ ഉമ്മ തൻ വിസർജവും തഹൂർ ചെയ്യും. ഏതു കാലത്തും ചേർക്കുന്നു മാറത്ത്, ഏതൊരു കടലും മടങ്ങുന്നു നെഞ്ചത്ത്. ഏതു രാത്രിയും മടയാത്ത മിഴിയുത്ത്, കുഞ്ഞിന് വേണ്ടി തരുന്നു മുഹബത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ.
ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെന്തുമ്മാന്റെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അതിലെന്തുമ്മാന്റെ മുഖമേ ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരിരോ. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. വളരെ മനോഹരമായ, അതേസമയം നമ്മുടെ മാതാവിനെ പറ്റി ഉമ്മാനെ പറ്റിയുള്ള ഒരു വൈകാരികമായ ഒരു പാട്ടാണ് അല്ലെ. മാഷാ അല്ലാഹ്. മോള് സ്കൂളിൽ ഇതുപോലെ പാട്ട് മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? മദ്രസയിലൊക്കെ? മാഷാ അല്ലാഹ്. ഒന്നും മദ്രസയിൽ ഇതുപോലത്തെ പാട്ട് മത്സരം പങ്കെടുത്ത് ഒരുപാട് സമ്മാനം കരസ്ഥമാക്കിയിട്ടുണ്ടാകും. മാഷാ അല്ലാഹ്. വളരെ മനോഹരമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പാട്ട്, ഈ സ്റ്റോറി ടെല്ലിങ്, വേറെന്തൊക്കെ ഹോബികളാണുള്ളത്? വേറെന്തൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുക്കാറുള്ളത്? റീഡിങ് കോമ്പറ്റീഷൻ റീഡ് ചെയ്യലുണ്ട്. അപ്പൊ സ്റ്റോറി ടെല്ലിങ് കോമ്പറ്റീഷൻ ഉണ്ടോ? അത് കഥ പറയാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു കഥ പറഞ്ഞാലോ ഓഡിയൻസിന് മുന്നിൽ? ഏതെങ്കിലും കഥ? സ്റ്റോറി ടെല്ലിങ് ഇഷ്ടമില്ല? ഒന്ന് ട്രൈ ചെയ്തൂടെ? ഏതെങ്കിലും ഒരു സ്റ്റോറി എടുക്കാം. പറ്റില്ല? ഒരു സ്പീച്ച് ആയാലോ? ഏതെങ്കിലും ചെറിയൊരു ടോപ്പിക്, ആ ടോപ്പിക്കിൽ ഒരു സ്പീച്ച് നടക്കോ? ഒന്ന് ട്രൈ ചെയ്യുന്ന ഒരു ചാൻസ് ആണ്. ഇപ്പൊ സ്പീച്ച് ഡെലിവർ ചെയ്താൽ ഞാൻ ഇതുപോലെ വലിയ വലിയ സ്റ്റേജിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പ്രസംഗിക്കാൻ പറ്റും. ട്രൈ ചെയ്യുന്നോ? ചെറിയ ടോപ്പിക്ക് വേണ്ട, എന്നാ ശരി. ചെറിയൊരു സൂറത്തോടാ. ഓക്കെ. മാഷാ അല്ലാഹ്. പാട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. ബാറക്കല്ലാഹ്. നമ്മളെല്ലാവരും ഒരുപാട് ചിന്തിപ്പിച്ച ഒരുപാട് നല്ല അർത്ഥങ്ങളുള്ള പാട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിശബ്ദമായി എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് ചെറിയൊരു സൂറത്തും കൂടി ഓടാം. ഏത് സൂറത്ത് ഓടാൻ പോകുന്നത്? മുസമ്മിൽ ഫുള്ള് പഠിച്ചിട്ടുണ്ട് അല്ലേ? ടോട്ടൽ എത്ര ജുസാണ് പഠിച്ചത്? 5 ജുസ്. മാഷാ അല്ലാഹ്. അപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത് ഉണ്ടെങ്കിൽ ഓടാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا. മാഷാ അല്ലാഹ്. ഹസ്ബുക്. ബാറക്കല്ലാഹ്. വളരെ മനോഹരമായി തജ്വീദിന്റെ നിയമങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ട് തന്നെയാണ് മോളിവിടെ ഖുർആൻ ഓതാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ധാരാളമായി ഈ രംഗത്ത് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മോൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ തജ്വീദോടുകൂടി മദ്രസയിൽ പഠിക്കുന്നതായിരിക്കും അല്ലെ, പള്ളിയിൽ. അപ്പൊ അവിടെ ടീച്ചർ തജ്വീദും ശ്രദ്ധിക്കും അല്ലെ. വെറും ഖുർആൻ ഇങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റ് പഠിച്ച് തീർക്കലല്ല, മറിച്ച് ഓതുന്നൊക്കെ
മാക്സിമം തജ്വീദിന്റെ റൂൾസ് ഒക്കെ പാലിച്ചു കൊണ്ടുള്ള ഒരു ഓത്താണല്ലേ ബാറക്കല്ലാ. അപ്പോൾ ഇതിൽ നിന്നൊരു ഗുണപാഠം എന്നുള്ളത് ഇത് കാണുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും ഈ ഒരു അവസരം ഇവിടെ ലഭ്യമാണ്. ഷാർജയില് അധികം പള്ളികളിൽ എന്തുണ്ട് ഇതുപോലെ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ എത്ര ആൾക്കാർ പോകുന്നുണ്ടെന്നാണ് ചോദ്യം അല്ലെ. സ്കൂള് കഴിഞ്ഞ് പല ആളുകളും എന്ത് ചെയ്യും, പല പേരൻസിനും ഒന്നാമത് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ മാഷാ അല്ലാഹ് മോളെ ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള താല്പര്യം കൊണ്ടാണ് മോൾ എന്ത് ചെയ്യുന്നത് ഇതുപോലെ പഠിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നത്. അള്ളാഹു തൗഫീഖ് കൊണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പാഠം എന്ന് വെച്ചാൽ എന്താണ്, ഇതുപോലെ നമ്മുടെ അടുത്തുള്ള പള്ളികളിൽ ബന്ധപ്പെട്ടാൽ ഇങ്ങനെ പഠിക്കാൻ ചാൻസ് കിട്ടും അല്ലെ. മോൾക്ക് ഇൻഷാ അല്ലാഹ് ഖുർആൻ മുഴുവനായിട്ട് പഠിക്കണ്ടേ, ഒരാഗ്രഹം ഉണ്ടല്ലേ. ഇൻഷാ അല്ലാഹ് മുഴുവനായിട്ട് പഠിക്കാൻ, എത്രയും പെട്ടെന്ന് പഠിക്കാൻ അള്ളാഹു കാര്യങ്ങളൊക്കെ മോൾക്ക് എളുപ്പമാക്കി തരട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ദുആ ചെയ്യാം. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം, അതിന് ആൻസർ പറഞ്ഞാൽ സമ്മാനം വാങ്ങിയിട്ട് പോകാം. ഓക്കെ. ഖുർആനിൽ 25 പ്രോഫിറ്റ്സിന്റെ നെയിമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ 5 പ്രോഫിറ്റ്സ് എന്താണ്, മെസ്സഞ്ചേഴ്സ് കൂടിയാണ്. അവര് ആരൊക്കെയാണെന്നറിയാം? Prophet Muhammad sallallahu alaihi wasallam, പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, Ibrahim alayhi salam, ഇബ്രാഹിം അലൈഹി സ്വലാം, Musa alayhi salam, മൂസ അലൈഹി സ്വലാം, Isa alayhi salam, ഈസ അലൈഹി സ്വലാം. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ, Daud, ദാവൂദ്. കപ്പലൊക്കെ നിർമ്മിച്ച് Nuh alayhi salam, നൂഹ് അലൈഹി സ്വലാം. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. ആ ഉത്തരം ശരിയാണ്. അവര് പറയുന്ന ഒരു പേരുണ്ട്, അതറിയോ? Ulul azmi. ഉലുൽ അസ്മി. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. മോള് വളരെ നന്നായി പെർഫോം ചെയ്ത് ആദ്യം തന്നെ അടിപൊളിയായിട്ട് ഒരു പാട്ട് പാടി. പിന്നെ ബാറക്കല്ലാഹ് ഖുർആനും സൂറത്തുൽ മുസമ്മിൽ ഭംഗിയായിട്ടൊരു ഭാഗം ഓതി. ചോദിച്ച ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ദറജകൾ ഉയർത്തട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. മാതാപിതാക്കൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Alayhi salam. Peace Radio. Tune to reality.